ഞാൻ ശ്രീ ഷാബു പ്രസാദിലേക്ക് പറഞ്ഞു കുടുങ്ങിയോ കേന്ദ്രമന്ത്രി, അതുകൊണ്ടാണോ അദ്ദേഹം തിരുത്തിയത്? ഞാൻ അതിൻ്റെ അകത്ത് അദ്ദേഹം പ്രസ്താവന പിൻവലിച്ചു, അത് വളച്ചെടുക്കപ്പെടുന്നുവെന്നോ അത് വിവാദമാകുന്നു എന്ന് തോന്നിയപ്പോൾ അദ്ദേഹം അത് പിൻവലിച്ചു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് അസ്വാഭാവികതയൊന്നും കാണുന്നില്ല അപർണ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ അദ്ദേഹം അതിന്റെ രണ്ട് അതായത് അസ്വാഭാവികത കാണുന്നില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ അത് അംഗീകരിക്കുന്നു എന്നാണോ? അല്ല, ഞാൻ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഞാൻ അതിൻ്റെ അകത്ത് തെറ്റുന്നില്ല. കാര്യം ഇവിടെ എല്ലാ വിഭാഗങ്ങളെയും എല്ലാവരും എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും കൈകാര്യം ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം എന്നത് തന്നെയാണ് അതിന്റെ ക്രക്സ്. അത്രമാത്രം ലളിതമാണ് കാര്യങ്ങൾ. ഇനിയും നമ്മുടെ രാജ്യത്തെ അഭിപ്രായ ഞാൻ അതിനെ അത്രമാത്രം ലളിതമായിട്ടേ കാണുന്നുള്ളൂ. ഇനി നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അവകാശം അനാവശ്യമായ, അതായത് നിങ്ങളെ പോലുള്ളവരൊക്കെ അനാവശ്യമായ വിവാദങ്ങൾ അതിനെ ഉണ്ടാക്കുന്നു എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിന് പിൻവലിക്കണമെന്ന് തോന്നി. എത്രയോ തവണ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഗണിക്കാത്ത ഒരാളാണ് ശ്രീ സുരേഷ് ഗോപി. അതൊന്നും പരിഗണിക്കാത്ത ഒരാളാണ് സുരേഷ് ഗോപി. അങ്ങനെ മാധ്യമങ്ങളോ സമൂഹ മാധ്യമങ്ങളിലോ ഏതെങ്കിലും തരത്തിൽ വിവാദം ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് പോലും ഈ മിനിറ്റ് വരെ തിരുത്തിയിട്ടില്ല. പിന്നെ ഇപ്പൊ മാത്രം എന്ത് സംഭവിച്ചു? അതെനിക്കറിയില്ല, അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുക. ഞാൻ എന്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ എല്ലാ വിഭാഗങ്ങളിലും എല്ലാവരും ഉണ്ടാകണം എന്നുള്ള ലളിത യുക്തി മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ എന്നാണ് എന്റെ ബോധ്യം. പാർട്ടിക്ക് ബി.ജെ.പി. എന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങനെ കരുതുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കില്ല വന്നിട്ടുണ്ടാവുക. നിങ്ങൾ അവരോട് ചോദിക്കൂ. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ബോധ്യവും എന്റെ നിലപാടും പറയാനാണ് പറഞ്ഞ. ഞാൻ അതാണ് പറഞ്ഞത്. അല്ലാതെ ബി.ജെ.പി. എന്ത് കരുതുന്നോ, ബി.ജെ.പിയുടെ നിലപാട് എന്താണെന്നോ, സുരേഷ് ഗോപി എന്താണെന്ന് പറയാനോ അല്ല ഞാൻ ഇരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ, ആ ഒരു പ്രസ്താവനയിൽ, സുരേഷ് ഗോപിയുടെ ആ ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ എന്തു മനസ്സിലാക്കുന്നു എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. താങ്കൾ എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കുന്നത്? എന്താണ് അത് നിങ്ങൾക്ക് മനസ്സിലായി? ഷാബു പ്രസാദ് റെപ്രസെന്റ് ചെയ്യുന്നത് ഷാബു പ്രസാദിന്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം കേൾക്കാനല്ലല്ലോ ഞങ്ങൾ ഇവിടെ വന്നത്. മാധ്യമങ്ങൾ പറയട്ടെ. ഇവിടെ അദ്ദേഹം എന്റെ ഷാബു പ്രസാദ് ബാക്കി എല്ലാ ചർച്ചകളിലും നിങ്ങൾ പങ്കെടുക്കാറ് ബി.ജെ.പിയുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ്. ബി.ജെ.പിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കും, പറഞ്ഞാൽ മതി. ന്യൂസ് 18 ക്ഷണിച്ചിട്ടാണ്, അല്ലാതെ ഞാൻ എവിടെ ഇരിക്കണം എന്നുള്ളത് നിജേഷ് രവീന്ദ്രനോടോ കോൺഗ്രസിനോടോ ചോദിച്ചിട്ടല്ല. ഞാൻ ഇവിടെ ക്ഷണിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എവിടെ ഇരിക്കണം, എങ്ങനെ ഇരിക്കണം, ഞാൻ അത് പറഞ്ഞില്ല. ഷാബു പ്രസാദിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് പറയുന്നതിനോട് നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം കേൾക്കാനുമല്ല ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ പ്രേക്ഷകർ വന്നിരിക്കുന്നു, അത്രേ പറഞ്ഞുള്ളൂ. ഷാബു പ്രസാദ് ബാക്കി എല്ലാ ചാനൽ ചർച്ചകളും വരുന്ന സമയത്ത് ബി.ജെ.പിക്ക് വേണ്ടിയാണല്ലോ, ബി.ജെ.പിക്ക് വേണ്ടിയാണല്ലോ സംസാരിക്കാറ്. ബാക്കി എല്ലാ ചർച്ചകളിലും റെപ്രസെന്റ് ചെയ്യാറ് ബി.ജെ.പിക്ക് വേണ്ടിയിട്ടാണല്ലോ. എന്താ ഇന്ന് മുതൽ നിങ്ങൾ പരിപൂർണ സ്വതന്ത്ര വ്യക്തിത്വമായത്? ബി.ജെ.പിക്ക് ഞാൻ ബി.ജെ.പിയെ റെപ്രസെന്റ് ചെയ്ത് ഇന്ന് വരെ നിങ്ങൾ ഏത് കാലത്തും വരാറ് ബി.ജെ.പിയെ അല്ലെങ്കിൽ വലത് നിരീക്ഷകൻ എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ വലത് ഞാനൊരു സ്വതന്ത്ര ഞാൻ ഇവിടെ ഇരിക്കുന്നത് എന്നെ മാത്രം റെപ്രസെന്റ് ബി.ജെ.പി. എന്ന് പറയുന്ന ഒരു പാർട്ടി അത് ദേശീയ തലത്തിൽ പോലും അല്ല, അതൊരു താങ്കൾക്ക് ആരെ റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്ന് താങ്കൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയും താങ്കൾക്ക് ഉത്തരം പറയാം. ബി.ജെ.പി. എന്ന് പറയുന്ന ഒരു പാർട്ടി സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ ഈ പ്രസ്താവന അംഗീകരിച്ചാൽ അത് പാർട്ടിക്ക് ഡാമേജ് വരും എന്ന് കൃത്യമായി കണ്ടെത്തിയത് കൊണ്ടാകണമല്ലോ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാമർശത്തിന് ഒരു അനുകൂല നിലപാടും ഉണ്ടാകാതിരുന്നത്. അങ്ങനെ പോലും താങ്കൾക്ക് തോന്നുന്നില്ലേ? ബി.ജെ.പി. കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം നടത്തി അതിന്റെ കാര്യങ്ങൾ വിലയിരുത്തിയത് കൊണ്ടായിരിക്കാം ബി.ജെ.പി. ഇതിന്റെ അകത്ത് പ്രതികരിക്കാത്തത്. എനിക്കറിയില്ല, എനിക്കതിനറിയില്ല. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ ബോധ്യം പറയാൻ. ഞാൻ പറഞ്ഞല്ലോ, വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഇതിന്റെ അകത്ത് മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു ലളിത യുക്തി മാത്രമാണ്. പിന്നെ ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ അപർണ ഒരു 2-3 ദിവസമല്ലേ ആയുള്ളൂ ഇവിടെ സോണിയാഗാന്ധിയും മോനും കൂടെ ഇവിടുത്തെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപതിയെ അപമാനിച്ചിട്ട് പൂവർ ലേഡി സി വാസ് ഷോർട്ട് ടയേർഡ് അപ്പിടി ഇപ്പിടി എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് നമ്മുടെ രാഷ്ട്രപതിയെ അപമാനിച്ചപ്പോൾ, പച്ചയ്ക്ക് അപമാനിച്ചപ്പോൾ
നിങ്ങളുടെ മാധ്യമങ്ങളൊക്കെ എവിടെ പോയിരിക്കുകയായിരുന്നു? ആ പരാമർശം ഗോത്രവർഗം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നോ? ഞാൻ കേട്ടില്ല. ഞാൻ പറയുന്നു അവർ ഗോത്രവർഗ സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് ഇവരുടെ മനസ്സിലെ നീചമായ ആ ദളിത വിരോധം തന്നെയാണ് സോണിയാഗാന്ധിയുടെ വാക്കുകളിൽ കൂടെ പുറത്തു വന്നത്. അത് തന്നെയാണ് ചെയ്തത്. സുരേഷ് ഗോപിയുടെ വൃത്തികെട്ട അത് തന്നെയാണ് പുറത്തു വന്നത്. മുന്നേ ഞാൻ ശ്രീ ഷാബു പ്രസാദ്, എന്താണ് ആ ലളിതയുക്തി? എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഭരണഘടനാ വിരുദ്ധം പോലുമായിട്ടുള്ള ആ കാര്യം എങ്ങനെയാണ് താങ്കൾക്ക് അത് അംഗീകരിക്കാവുന്നതാണെന്ന് താങ്കൾക്ക് തോന്നുന്നത്? എന്തുകൊണ്ടാണ്? എന്താണ് ആ യുക്തി? ഭരണഘടന ഒരു കാര്യമുണ്ട്, ഞാനതാണല്ലോ പച്ച മലയാളത്തിലല്ലേ അപർണ പറഞ്ഞത്. ഇനി അത് ഞാൻ വീണ്ടും ആവർത്തിക്കണോ? എല്ലാ മേഖലകളിലും എല്ലാവരും ഉണ്ടാകണം, എല്ലാവരുടെയും അവസ്ഥ എല്ലാവരും മനസ്സിലാക്കണം, അതിനനുസരിച്ച് പോകണം എന്ന് തന്നെയാണ് ആ ലളിതയുക്തി. ഞാൻ അതേ മനസ്സിലാക്കുന്നുള്ളൂ. ഇത്രകാലം ഗോത്രവർഗ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ട്രൈബൽ വിഭാഗത്തിൽ നിന്നുള്ളവരാണോ? അല്ല, ഇതിപ്പോ നമ്മൾ ഈ ഒരു പ്രശ്നം ഇത്ര കാലത്തെ നമ്മൾ ചരിത്രവും വർത്തമാനമൊന്നും ഭൂമിശാസ്ത്രവും ഒന്നും നോക്കണ്ട. ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ ആ ലളിതയുക്തി മാത്രമേ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിന്റെ ആരൊക്കെ ഏതൊക്കെ കാലത്തെ ഏതൊക്കെ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നു എന്നും എനിക്കറിയില്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും നോക്കിയിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞതിന്റെ അർത്ഥം അത്ര മാത്രമേ ഉള്ളൂ. ഉന്നത കുലജാതർ നയിച്ചാൽ പിന്നോക്ക വിഭാഗക്കാർ രക്ഷപ്പെടുമെന്ന് പറയുന്നത് ഈ പ്രസന്റ് അല്ല, അത് അടുത്ത വാചകം കൂടി പറയൂ. അടുത്ത വാചകം കൂടി നിങ്ങൾ പറയൂ. അടുത്ത വാചകം കൂടി പറയൂ. അത് വെറും ബാലൻസിംഗ് ആണ്. അത് വെറും ബാലൻസിംഗ് ആണ് ശ്രീ ഷാബു പ്രസാദ്. അത് വെറും ബാലൻസിംഗ് ആണ്. എന്നാൽ അദ്ദേഹത്തിന് ആദ്യം അത് പറഞ്ഞാൽ അത് അദ്ദേഹം പറയില്ല. ബാലൻസിംഗ് അല്ല, രണ്ടെണ്ണം ആദ്യം പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നല്ലേ ആദ്യം പറയാൻ പറ്റൂ. രണ്ടെണ്ണം ആദ്യം പറയാൻ പറ്റില്ല. ഇത് രണ്ടും ഒരേ നാക്കുകൊണ്ട് ഒരേ വാചകത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരെണ്ണം മാത്രം അടർത്തിയെടുത്ത് ഈ രീതിയിൽ ചർച്ച ചെയ്യുന്നതിന്റെ ഉദ്ദേശം ദുഷ്ടത്തരമാണ്. ഞാൻ തിരികെ എത്താം. ധന്യരാമൻ.